അപ്പൊ ഇവര് സ്ഥാപിക്കാൻ ശ്രമിക്കുക കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് ആകെ മയക്കുമരുന്നാണ്, ആകെ ഈ പറയുന്ന പോലെ ഡ്രഗ്സ് ആണ്, ആകെ ഈ പറയുന്ന ഫ്രീ സെക്സ് ആണ്. ഇതൊക്കെ എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമുക്കറിയാം നമ്മുടെ സമൂഹത്തിനകത്ത് പലയിടങ്ങളിലും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളവയുടെ വ്യാപനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ, വാർത്തകൾ, അനുഭവങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ഇദ്ദേഹം സൂചിപ്പിച്ചത് എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ, എന്ത് ഡാറ്റയുടെ തരത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിന്റെയൊക്കെ ഹബ്ബാണ് എന്ന് സ്ഥാപിക്കുന്ന എന്ത് വിവരമാണ് ഇദ്ദേഹത്തിന് മുൻപിലുണ്ട്? അത് വഴിയേ അറിഞ്ഞോളൂ. നമ്മുടെ ക്യാമ്പസുകളിലേക്ക് ലഹരി മരുന്നടക്കമുള്ള വ്യാപനം ഉണ്ടാകുന്ന, അധ്യാപകർക്ക് കുഴിവെട്ടിവെച്ച് അവർക്ക് ശവമഞ്ചമൊരുക്കി വെച്ച് അവരുടെ മുഖത്തടിച്ച് അവരെ ഉപരോധിച്ച് അവർക്കെതിരെ അസഭ്യം വിളിച്ചു പറഞ്ഞ് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും മറ്റും അരങ്ങേറുന്ന ഒരിടത്ത് അധ്യാപകരെ ബഹുമാനിക്കേണ്ടവരാണെന്ന് കുറച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ശ്രമം എന്നാണ് അതിനെ വിശദീകരിക്കുന്നത്.